നിയത്ത് നല്ലതെങ്കിലും തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നല്ല നിയത്ത് വേണം. എവിടെ നിയത്ത്? ഒരു കരുത്തുമില്ല. എല്ലാം ചെയ്യുന്നത് ആളുകളെ കാണിക്കാൻ. സ്ത്രീകൾ ഇതിനപ്പുറാണ്. കൊട്ടപ്പടി സലാത്തിൽ നിന്നൊന്ന് പറയാ. ഒരു മരണം നടന്നു ഒരു വീട്ടിൽ. അതിന്റെ 3 ആകുമ്പോഴത്തേക്കും തന്നെ അതിന്റെ ബന്ധുക്കൾ വന്നിട്ട് പറയാ, ഉസ്താദേ എന്താണ് എന്റെ വക 15 ഹത്തം 3 ദിവസമായിട്ടുള്ള മരിച്ചിട്ട്. ഇയാളെപ്പോഴും ഓതി. മുഹ്യിദ്ദീൻ ശൈഖ് പോലും ഇങ്ങനെ ഓതിയിട്ടില്ല. അങ്ങ് വിടുക. കാരണം എന്താ? ഞാൻ ഈ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ കുടുംബക്കാരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് 3 ഖുൽ ഹുവല്ലാഹ് ഊതിയിട്ട് പറയാണ് 15 ഹത്തം ഞാൻ ഓതി തീർത്തിട്ടുണ്ട് എന്റെ ഭർത്താവിന് വേണ്ടി. ചില പെണ്ണുങ്ങൾ പറയുന്നതാണ്. ഞാനിത് പരസ്യമായിട്ട് ലൈവിൽ തന്നെ പറയുന്നത്. ഇനി ആവശ്യമില്ലാതെ കയറി അങ്ങനെ പറയാൻ പാടില്ല. ഞാനിത് പറയുന്നത്. നമ്മളൊരു ഖത്മ ഓതിയെന്ന് 10 പേരോട് പറയണമെങ്കിൽ അത് പരിപൂർണമായി കൃത്യമായി ഓതിയിട്ടുള്ള ഖത്മായിരിക്കണം. അല്ലാതെ 3 ഖുൽ ഹുവല്ലാഹ് വെച്ച് ഓതിയിട്ട് സൂസു അടിച്ചിട്ട് വിടുന്ന പരിപാടി അത് പരിശുദ്ധ ഇസ്ലാമിൽ പെട്ടതാകുന്ന യഥാർത്ഥമാകുന്ന ഹഖീഖിയായ നിലയ്ക്കുള്ളതാകുന്ന ഖത്മല്ല. അതൊരു ഓപ്ഷൻ പറഞ്ഞതാണ്. അത് ചില ഷോർട്ട് കട്ടുകൾ പഠിപ്പിക്കുന്നുണ്ട് ചില വിഷയങ്ങൾക്ക്. ഇസ്ലാമിലുമുണ്ട്, ഭൗതികമാകുന്ന കലാലയങ്ങളിലുമുണ്ട്. കമ്പ്യൂട്ടർ പഠിക്കുന്നവർക്കറിയാം, കൺട്രോളും എസും ചേർത്ത് വെച്ച് അടിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന സംഗതി എന്താണ്? കൺട്രോളും വിയും ചേർത്ത് വെച്ചുകൊണ്ട് അടിക്കുമ്പോഴുണ്ടാകുന്ന സംഗതി എന്താണ് എന്ന് പറഞ്ഞതുപോലെ ചില ഷോർട്ട് കട്ടുകളാണ്, ചില സംവിധാനങ്ങളാണ്. അതിൽ പറഞ്ഞതാണ് 3 സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് തഅദിലു സുലുസുൽ ഖുർആൻ. ഖുർആനിന്റെ 1/3 കടപിടിക്കും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന സൂറത്തുൽ ഇഖ്ലാസ്. 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖുർആൻ പൂർത്തീകരിച്ച പ്രതിഫലം. അതിന്റെ അർത്ഥം ഖുർആൻ ഓതാൻ വേണ്ടി ഖത്മ് തീർക്കണ്ട, എപ്പോഴും ഖുൽ ഹുവല്ലാഹ് ഓതിക്കൊണ്ടിരുന്നാൽ മതി എന്നല്ല. ഖത്മ് തീർക്കുന്നത് വേ, ഇത് റേ, ഇത് രണ്ടും രണ്ടാ. ഖത്മ് തീർക്കുന്നതിന് വലിയ പ്രതിഫലമാണ്. ഇത് മരണപ്പെട്ട് 3 കഴിയുമ്പോഴത്തേക്കും 10 ഖത്തം, മരണപ്പെട്ട് 7 എന്നാവുമ്പോഴത്തേക്കും 1 ലക്ഷം തഹ്ലീൽ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ആരാ പറയുന്നു? ഒറ്റയ്ക്കങ്ങ് പറയും. അതിന്റെ കൂട്ടത്തിൽ ഖത്മ ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, 25 ലക്ഷം സ്വലാത്ത് ഉണ്ട്. എന്താ പരിപാടി? ഒറ്റക്കാലിൽ നിന്നിട്ട് ഖത്മ തീർത്ത മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം കേട്ടിട്ട് അതിനപ്പുറം വലിയ വിലായത്തിന്റെ മർത്തബയുള്ളതാകുന്ന അവസ്ഥയിലേക്ക്. എന്നോട് ഇങ്ങനെ ഒരു സഹോദരി പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഈ കാലഘട്ടത്തിലെ നഫീസത്തിൽ മിസ്രിയാണ് നിങ്ങൾ കേട്ടോ, ആരോടും പറയല്ലെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞതിരിക്കട്ടെ. കാരണം ഇത്രയേറെ അമൽ ചെയ്യുന്നവരാണെങ്കിൽ അവരെ കൈപിടിച്ച് മുത്തണം. വിലായത്തിന്റെ മർത്തബ അങ്ങേയറ്റം എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും തള്ളരുത്. തള്ളുന്നതിനൊക്കെ ഒരു മയത്തിൽ തള്ളണം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. കാരണം ഇതൊരു നിസ്സാര വിഷയമല്ല, ഹിസാബിടപ്പെടാൻ. നീ ചെയ്യുന്നതാകുന്ന അമലുകൾ കൃത്യമല്ല എങ്കിൽ നിന്റെ അക്കൗണ്ടിൽ നിന്ന് കൃത്യമായി അവരിലേക്ക് വരവ് വെക്കപ്പെടും. ഏറ്റവും വലിയ മുഫ്ലിസ് ആകും നീ, പാപ്പരാകും നീ. ഹദീസാണ്, ഞാനിതൊക്കെ വെറുതെ പറയുന്നതല്ല. ഒരു ഹദീസ് കേട്ടോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബ മനിൽ മുഫ്ലിസോ, ആരാണ് മുഫ്ലിസ് സ്വഹാബ? ആരാണ് ദരിദ്രനായ വ്യക്തി സ്വഹാബ? ഒന്ന് പറഞ്ഞു തരുമോ, പറഞ്ഞു തരുമോ? ആരാണ് ദരിദ്രൻ? ഉടനെ സ്വഹാബത്ത് പറയാൻ, ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഞങ്ങളുടെ അടുക്കൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ, പാപ്പരായ വ്യക്തി എന്ന് പറഞ്ഞാൽ കയ്യിൽ നയാ പൈസ ഇല്ലാത്തവനാ, ഒരു ദിർഹമോ ദീനാറോ ഇല്ലാത്തവനാണ്. അതാണല്ലോ ദരിദ്രൻ, യഥാർത്ഥ അസ്ലിയായ ദരിദ്രൻ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ, അതല്ല ദരിദ്രൻ. നിങ്ങൾ മനസ്സിലാക്കിയതാകുന്ന ദരിദ്രൻ ഭൗതികമാകുന്ന ലോകത്തെ ദരിദ്രനാണ്. ഞാൻ ചോദിച്ചത് ആഖിറത്തിലെ ദരിദ്രനെ പറ്റിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലാകിന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്നുള്ള ദരിദ്രൻ ആരെന്നറിയുമോ, ആരെന്നറിയുമോ? യഅതി യൗമൽ ഖിയാമ,
നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ ഖിയാമത്ത് നാളിലേക്ക് അവൻ കടന്നു വരുകയാണ്. ബിസ്വലാത്തിൻ വസിയാമിൻ വസകാ. അവൻ നിസ്കരിച്ച നമസ്കാരവുമായി, അവൻ കൊടുത്തു വീട്ടിയ സക്കാത്തുമായി, അവൻ ചെയ്തു വെച്ചതാകുന്ന പാപങ്ങൾക്ക് കൊടുത്തു നീട്ടിയ സദഖയുമായി, അവൻ ചെയ്തു വെച്ചതാകുന്ന അമാലുകളുമായി, അവന് പിടിച്ചു വീട്ടിയ നോമ്പുകളുമായി പടച്ചറപ്പിന്റെ ദർബാറിൽ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ, ഞാനിതാ നമസ്കരിച്ചു, നോമ്പ് പിടിച്ചു, സക്കാത്ത് കൊടുത്തു, ഞാൻ ഒരുപാട് അമലുകൾ ചെയ്തവനാണ് അല്ലാ. ഉടനെ അവനെതിരായി സാക്ഷി പറഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തി കടന്നു വരും. അത്രേ ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയും, അല്ലാഹു, ഇന്നഹു ഖദ് സഫക ദമഹാ വകതമഹാ. ഈ നിൽക്കുന്നതായ മനുഷ്യൻ എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞവനാണ് റബ്ബേ, ഫനായും ഫസാദും പറഞ്ഞവനാണ് അല്ലാ. ഇവൻ ജനങ്ങൾക്ക് മുന്നിൽ എന്നെ അവഹേളിച്ചവനാണ്, ഇവൻ ജനങ്ങളോട് അപവാദം പറഞ്ഞവനാണ്, ഇവൻ എനിക്ക് വേണ്ടി ഇന്നാലിന്ന ദിക്ർ ചൊല്ലിയെന്ന് ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞവനാണ്. ആ രീതിക്ക് പടച്ചറപ്പിനോട് പരാതിപ്പെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരാതിപ്പെട്ടതാകുന്ന മനുഷ്യന് അവന്റേതാകുന്ന സർവ്വ അമലുകളും നൽകുമത്രേ. സുബ്ഹാനല്ലാഹ്. അമലുകൾ മുഴുവനും തീരുമ്പോ പടച്ചറപ്പിനോട് വീണ്ടും അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, അല്ലാഹുവേ, ഇവൻ ചെയ്തതാകുന്ന പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോ ഇവന്റെ ജീവിതത്തിൽ ചെയ്ത അമലുകളൊന്നും പോരാ അല്ലാ. അവന്റെ നമസ്കാരങ്ങളും അവൻ കൊണ്ടുവന്നിട്ടുള്ള കൊട്ടക്കണക്കിലുള്ളതാകുന്ന നോമ്പുകളും അവൻ കൊടുത്തു വീട്ടിയതാകുന്ന സക്കാത്തുകളും മുഴുവനും പരാതിക്കാരന് നൽകിയിട്ട് പോലും അവന്റെ പരാതിയും പരിഭവവും തീരാതെ വരുമ്പോ അല്ലാഹു പറയും, പരാതിക്കാരന്റെ സർവ്വ പാപങ്ങളും ഇവന്റെ മേലെടുത്ത് ചുമത്തൂ മലക്കുകളെ, ഈ മനുഷ്യന്റെ മേൽ ചുമത്തൂ മലക്കുകളെ. ഒരുപാട് നമസ്കാരങ്ങളും നോമ്പുകളും വിവാദത്തുകളുമായി കടന്നു വന്ന് സ്വർഗം വിലയ്ക്ക് വാങ്ങാം അശറിയിലേക്ക് കയറി വന്ന മനുഷ്യര് അതാ നരകം നിർബന്ധമാകുകയാണ്. സുബ്ഹാനല്ലാഹ്. പരാതിക്കാരന്റെ സർവ്വ പാപവും അവന്റെ മേലെ ചുമത്തും സാബ, അതിലൂടെ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമേ. അവനാണ് ഏറ്റവും വലിയ മുഫ്ലിസ്. അവൻ നാളെ ആഖിറത്തിൽ ദാരിദ്ര്യം പേറുന്നവനാണ്, നാളെ ആഖിറത്തിൽ ദാരിദ്ര്യം പേറുന്നവനാണ്. ഈ ദുനിയാവിൽ ഒരുപാട് അമലുകൾ ഉണ്ടാവാം, പക്ഷെ അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞതാണ്, അനാവശ്യമാകുന്ന ഓഫറുകൾ നടത്തിയവനാണ്, ജനങ്ങളെ അപഹസിച്ചവനാണ്, അവരെ പരിഹസിച്ചവനാ, അവരെ കുറിച്ച് മോശമാകുന്ന കമന്റുകൾ രേഖപ്പെട്ടുകൊണ്ട് നടന്നവനാണ്. നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ അവന്റെ സർവ്വതാകുന്ന അമലുകളും അവനെ കുറിച്ച് പരാതി പറഞ്ഞവൻ എടുത്തു കൊടുത്തിട്ട് ആ പരാതിക്കാരന്റെ സർവ്വതിന്മകളും അവന്റെ മേലെടുത്ത് ചുമത്തുകയും അവനെ എടുത്ത് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ അവനാണ് ഏറ്റവും വലിയ മുഫ്ലിസ് സഹാബ. ആഖിറത്തിൽ കൈകടിക്കേണ്ടി വരികയാണ്, അമലുകളില്ല, നരകമാണ്, നരകമാണ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ കയറിയിട്ട് ഞാൻ ഖത്തം തീർത്ത്, ഞാൻ 5 തീർത്ത്, ഞാൻ 70,000 ചെല്ലി, ഞാൻ 1,00,000 ചെല്ലിന്ന് കള്ളം പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഉള്ളത് പറഞ്ഞു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വേറെ ഒരു പരിപാടി ഇങ്ങോട്ട് ചെയ്യും. ഇപ്പൊ ഒരു ഹത്തും ഓതിക്കൊണ്ടിരിക്കാൻ, ആ ഹത്തുമ പൂർത്തീകരിച്ചിട്ട് ആ ഓതുന്ന ഹത്തുമ വേറെ കാര്യത്തിനാണ്. അപ്പൊ അതിന്റെ തത്തുല്യമായ പ്രതിഫലം ഇവർക്ക് കൂടി കരുതാം. മിസ്ലുൽ സവാബ് അത് പറ്റും. അതൊരു1000 പേർക്കാണെങ്കിലും ഹദിയ. ഇനി അങ്ങനെ വല്ലതും ആണെന്ന് അറിഞ്ഞില്ല. ജീവിതകാലം മുഴുവൻ ഓതിയിട്ടുള്ള 15 ഹത്തം ഇങ്ങനെ കൊടുക്കുമായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും, നാട്ടുകാർക്ക് മുഴുവൻ ഇതായിരിക്കും. അതും കൊടുക്കുമ്പോ എങ്ങനെ കൊടുക്കണം? ഇതിന്റെ തത്തുല്യമായ പ്രതിഫലം. നമ്മൾ ദ്വാരക്കുമ്പോ കേട്ടിട്ട് ഉസ്താദുമാര് ദ്വാരക്കുമ്പോ അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറഅനാഹു, അല്ലാഹുവേ, ഞങ്ങൾ ഈ ഓതിയതാകുന്ന ഫാത്തിഹ അല്ലെങ്കിൽ യാസീൻ, ഈ സൂറത്തിന്റെ തത്തുല്യമായ പ്രതിഫലം നീ എത്തിക്കണേ അല്ലാഹ്, ഇലാ ഹളറത്തുൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ, നബിയുടെ കുടുംബത്തിന്റെ മേൽ, സർവ്വ സഹാബത്തിന്റെ മേൽ, മഹത്തുക്കളാകുന്ന മഹാരഥന്മാരുടെ മേൽ, ഇന്നാലിന്ന വ്യക്തികളുടെ മേൽ, അവർക്കൊക്കെ നീ ഇതിന്റെ തത്തുല്യമായ പ്രതിഫലം എത്തിക്കണേ അല്ലാഹ്. മിസ്ലു സവാബ് എന്നാണ് ഇത് പറയുക. അതിന് മലയാളത്തിൽ പറഞ്ഞാൽ മതി, അല്ലാഹു, ഞാൻ ഈ ഓതിയതിന്റെ തത്തുല്യമായ പ്രതിഫലം എന്റെ ഉമ്മ, ഈ അടുത്ത് മരണപ്പെട്ടു പോയ സഹോദരൻ, എന്റെ സഹോദരി, അങ്ങനെ അത് വരട്ടെ. അല്ലാതെ ഞാൻ ഒരു ഹത്തം ഓതിയിട്ടുണ്ട് അതും കൂടെ ചേർത്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ക്രെഡിറ്റിന് പറഞ്ഞാൽ അവിടെ ക്രെഡിറ്റ് ഉണ്ടാവും, നാളെ ആഖിറത്തിൽ എത്തുമ്പോൾ ഉള്ള ക്രെഡിറ്റ് കാർഡ് പോയിട്ടുണ്ടാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
ഉള്ള അതും കൂടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നർത്ഥം. പോകുന്ന മാത്രമല്ല, ആ മറ്റവന്റെ ഉള്ള പാപം കൂടി നിന്റെ നെഞ്ചത്തോട്ട് വെച്ച് കെട്ടും. ഓൾറെഡി ഇവിടെ കള്ളും കുടിച്ച് കഞ്ചാവ് ആയിട്ട് കിടക്കണം, അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ വെച്ച് കെട്ടി കഴിഞ്ഞാൽ ഹലാക്ക്. അവൻ തിയേറ്ററിൽ പോയതിന്റെ പാപം കൂടി ഇങ്ങോട്ട് കിട്ടും. നരകത്തിന്റെ ഒരു കവാടമായിരുന്നു തുറന്നിരുന്നത്, ഇപ്പൊ 7 കവാടം കൂടെ ഒരുമിച്ച് തുറന്നു. വേഗം കയറാം. അള്ളാഹു നമ്മളെക്കാക്കട്ടെ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കരുത്. ഓതിയത് പറഞ്ഞാൽ മതിയല്ലോ, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പറയുന്നത്? ഒക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ തലമുറകൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണ്, നിസ്സാര വിഷയമല്ല. ഓദിക്കോ, നല്ലതുപോലെ ദിക്ർ ചെല്ല്. നമ്മുടെ ഈ ചെറുപ്പക്കാരാകുന്ന ആളുകൾ, പ്രായമേറിയതാകുന്ന ഉപ്പമാർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെയ്ത അമലെന്താണ്? മുൻഗാമികളിലേക്ക് നോക്കിയിട്ട് എന്താ നമ്മൾ ചെയ്തത്? എത്ര ഖത്മ് ഓതി ഇതുവരെയുള്ള ജീവിതത്തിൽ? ഒന്ന് ചിന്തിച്ച്. വയസ്സ് 40 ആയല്ലോ, വയസ്സ് 50 ആയില്ലേ, വയസ്സ് 60 ആയില്ലേ, താടിയും തലയിലെ രോമകൂപങ്ങളും ഒക്കെ നരച്ചില്ലേ? 60 വയസ്സായവർ 60 ഖത്മ് ഓതിയിട്ടുണ്ടോ? അവനവന്റെ ആയുസിന്റെ എണ്ണം അനുസരിച്ച് വർഷത്തിലൊന്ന് അങ്ങനെ കണക്കാക്കിയിട്ട്. ഖുർആൻ പഠിച്ചത് കുറെ കഴിഞ്ഞ ഉസ്താദ് ആയിക്കോട്ടെ, അപ്പോഴെങ്കിലും അതെങ്കിലും നിന്റെ വയസ്സിന്റെ എണ്ണം അനുസരിച്ച് പറ്റിയിട്ടുണ്ടോ? ഒരു 30 വയസ്സുള്ളവൻ ഒരു 15 ഖത്മെങ്കിലും ഓതാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ എന്താ പിന്നെ ചെയ്യുന്നത്? ആകെ റമളാനിലെങ്ങാണ്ട് 27-ാം ഉസ്താദ് പറയും എല്ലാവരും ഖുർആൻ എടുക്കണമെന്ന് പറയുമ്പോൾ ചാടി ഖുർആൻ എടുത്തിട്ട് യാസീൻ മതി മടക്കി ആഹത്ത് 27-ാം ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ പൊഞ്ഞോണ്ട് പോവാ. കഴിഞ്ഞ്. ഇപ്പോഴും നിങ്ങൾ പള്ളിക്കകത്ത് കയറിയിട്ട് മുസാഫ് എടുത്ത് നോക്ക്, പൊടി ഉണ്ടാവുമോ ഇല്ലേ? നിങ്ങൾ തന്നെ പറയും, പൊടിയുണ്ടോ? പൊടിയോ ഉള്ളൂ. കാരണം വെള്ളിയാഴ്ച പോലും സൂറത്തുൽ കഹ്ഫ് ഓതാൻ പോലും ഇന്നത്തെ തലമുറ മറക്കാണ്. നമ്മൾ മറക്കാണ്, മനഃപൂർവ്വം ഒഴിവാക്കാൻ. നമ്മൾ ബാങ്ക് വിളിക്കുമ്പോഴേ പള്ളിയിലേക്ക് വരുള്ളൂ, ബാങ്ക് വിളിക്കുമ്പോഴാ പല്ല് കേൾക്കാൻ പോകുന്നത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅ, ആരൊരുവൻ വെള്ളിയാഴ്ച ദിവസമോ അതിന്റെ രാവിലോ പവിത്രമാക്കപ്പെട്ട സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അല്ലാഹു ലഹു മാ ബൈനൽ ജുമുഅത്തൈൻ, ഓതിയ വെള്ളിയാഴ്ച ദിവസം മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ മുന്നിൽ ഒരു പ്രകാശം ഉണ്ടാകും സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവനറിയൂല ഒരു ആത്മീയമായ പ്രകാശം. അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. എത്ര പേര് അൽ കഹ്ഫ് ഓതി എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം എല്ലാവരെ കുറിച്ച് എനിക്ക് നല്ല ഭാവമാണ് ഇപ്പോൾ ഉള്ളത്. ചോദിച്ചാലപ്പോ കുളവാവും, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? ചോദിച്ചാലും ഓതാത്തവര് അങ്ങനെ, അതായത് നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ എത്ര ആയത്തോദീസ് ഓതിയാലും ഐശ്വര്യ വെച്ച് കാണാൻ ഇപ്പൊ ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ ക്രെഡിറ്റ് കിട്ടണം. അതുകൊണ്ട് ആ ഒരു പേടി എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതില്ലെന്ന് ചോദിക്കുന്നില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. പുതിയ ആളുകൾ ഭൂരിപക്ഷം ഉണ്ടാകും, എനിക്ക് ഉറപ്പാണ്. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. മോമിനീങ്ങളെ കുറിച്ച് നല്ല ലന്ന് വേണമെന്നാണ്, അങ്ങനെ തന്നെയാണ് എനിക്കുള്ളതും. അള്ളാഹു നമുക്ക് ബറക്കാത്ത് കൂടി ചൊരിയട്ടെ. അൽ കഹ്ഫ് ഒന്നും ഓതാതെ ഒരു വെള്ളിയാഴ്ചയും പോകരുത് ഉമ്മമാരെ, അതൊക്കെ ജീവിത വിജയത്തിന്റെ നിദാനമാണ്. നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി എല്ലാ ആഴ്ചകളിലും അസ്ഹാബുൽ കഹ്ഫിനെ, അള്ളാഹുവിന്റെ മഹത്തുക്കളാകുന്ന ഔലിയാക്കളെ ഓർക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് ഓതാൻ വേണ്ടി അള്ളാഹു നമ്മളോട് പറഞ്ഞു. കാരണം അവരുടെ ചരിത്രമാണ് സൂറത്തുൽ കഹ്ഫ്. അൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹാവാസികളാണ്. മക്കസലമീന, തംലീഹ, മർത്തൂനസ്, നൈനൂനസ് എന്ന് തുടങ്ങുന്ന മഹത്തുക്കളാകുന്ന അള്ളാഹുവിന്റെ വിലായത്ത് എത്തിച്ചതാകുന്ന മഹാരഥന്മാർ. അൽഹംദുലില്ലാഹ്, അവരുടേതാകുന്ന ഖബർ സിയാറത്ത് ചെയ്യാൻ ഈ വിനീതന് അവസരം അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവിടെ എത്താനും പോയി സന്ദർശിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നസീബാക്കുമാറാവട്ടെ. അള്ളാഹു ആ പുണ്യഭൂമികളിൽ എത്തിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ അറിയണം, നിസാരക്കാരല്ല, മുത്തുനബിയുടെയൊക്കെ മുമ്പ് ജീവിച്ചിരുന്ന മഹാരഥന്മാരാണ്. ഞാൻ മനസ്സിലാക്കണം. അല്ലാതെ ഇന്നലെ കെളുത്തതാകുന്ന മഴയ്ക്ക് പെയ്തിട്ടുള്ള വിലായത്തുണ്ടെന്ന് പറയപ്പെടുന്ന വ്യക്തിത്വങ്ങളല്ല, അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നവരല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം എല്ലാ വെള്ളിയാഴ്ചയും ഓതിയിരുന്നു സൂറത്തുൽ കഹ്ഫ്. നമ്മൾ അറിയണം. അതിലൂടെ പഠിപ്പിക്കുകയാണ്, മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെ വിലായത്ത് എത്തിച്ച മഹത്തുക്കളെ എല്ലാ ആഴ്ചയിലും നീ ഓർക്കണം. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. എല്ലാ ദിവസവും നമ്മളോട് ഓതാൻ വേണ്ടി പറഞ്ഞു സൂറത്തു യാസീൻ.
അതിലും മഹത്തുക്കളാകുന്ന മഹാന്മാരുടെ ചരിത്രമുണ്ട്. യാസീനിലും മഹാന്മാരാകുന്ന വിലായത്ത് എത്തിച്ചതാകുന്ന ശുഹദാക്കളുടെ ചരിത്രമാണ് സൂറത്ത് യാസീനിൽ പറയുന്നത്. മനസ്സിലാക്കണം നമ്മൾ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു യാസീനിൽ പറയുന്ന ചരിത്രം. ഞാനത് പറഞ്ഞത് യൂട്യൂബിലുണ്ട്, ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്നത് വലിയ സമുന്നതനാകുന്ന വിലായത്തിന്റെ മർത്തബ എത്തിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ടവർ സുബ്ഹാനല്ലാഹ് അവിടുന്ന് അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ദീൻ പുൽകി ജീവിച്ചു. ഒരു കാലഘട്ടത്തിൽ വിഗ്രഹങ്ങളെ നിർമ്മിച്ച് ആരാധിക്കുകയും ജനങ്ങളെ അത് നിർമ്മിച്ചിട്ട് അവർക്കത് കച്ചവടം ചെയ്ത് നിലകൊള്ളുകയും ചെയ്തതിരെന്നാകുന്ന ഹബീബുൻ നജ്ജാർ ഇസ്ലാം മതം പുൽകി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ മുഖേന അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തെ ശത്രുക്കൾ ഒന്നടങ്കം അടിക്കുകയും തൊഴിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഷഹീദായി മരണപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലക്കാരനാണ്. ഈ ഉമ്മത്ത് അറിയണം. അപ്പൊ നോക്കുന്നു, ഷഹീദായ ഒരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് സൂറത്ത് യാസീൻ എല്ലാ ദിവസവും നീ പാരായണം ചെയ്യും. സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സൂറത്താണ് സൂറത്ത് യാസീൻ. നമ്മൾ ഇന്ന് ഒരു വട്ടമെങ്കിലും ഓതിയോ? ചിന്തിക്കും. നമ്മൾ ഖുർആനോട് എന്ത് ബന്ധമാണുള്ളത്? ദീനുമായി എന്ത് ബന്ധമാണുള്ളത്? മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓതണമെന്ന് പ്രവാചകൻ നമുക്ക് വാഗ്ദാനം ചെയ്ത സൂറത്താണിത്. ഓതണമെന്ന് നിർദ്ദേശം നൽകിയതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ഇതൊക്കെ എത്ര കാലം മുതൽ നമ്മൾ കേൾക്കുന്ന വിഷയമാണ്. ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ വിടുന്നതല്ലാതെ ജീവിതത്തിൽ ചിട്ടയായി കൊണ്ടുവരാൻ എത്ര ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്? സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണ്. പെൺമക്കൾ അധികരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, സൂറത്തുൽ വാഖിഅ നീ പഠിക്കണം. പഠിപ്പിച്ചു കൊടുത്തു. നല്ല ഖാരിആൻ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഖുർആൻ നല്ലതുപോലെ ഓതും. നല്ല ഓത്തുകാരനാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഓത്ത് കേട്ടിരുന്നിട്ടുണ്ട് എന്ന് ഹദീസിലുണ്ട്. പ്രവാചകർ കരഞ്ഞിട്ടുമുണ്ട്. സൂറത്തുൻ നിസായിലെ 40-ാമത്തെ വചനം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹ്ശറയെ വർണ്ണിക്കുമ്പോൾ പ്രവാചകർ അത് കേട്ട് കരയുന്നതായി ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്നും സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത്രമേൽ മറ്റുള്ളവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് വശ്യമായി കടത്തിവിടാൻ കഴിവുള്ള അല്ലാഹു അവരുടെയൊക്കെ ഒരു ഓത്ത് നമുക്കും നമ്മുടെ മക്കൾക്കും അല്ലാഹു നസീബാക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് പെൺമക്കൾ അധികരിച്ചത് കൊണ്ട് തന്നെ ഈ സൂറത്ത് നീയും പഠിക്കണം, നിന്റെ പെൺമക്കളെ നീ പഠിപ്പിക്കുകയും വേണം. അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിഅ നബിയുനാ റസൂലുള്ളാഹി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ച ആ സൂറത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നെഞ്ചോട് ചേർത്ത് വെച്ചു. മുടങ്ങൂല, എല്ലാ ദിവസവും ഓതും. എത്ര തിരക്കുണ്ടെങ്കിലും സൂറത്തുൽ വാഖിഅ ഓതാതെ ഒരു ദിവസം അദ്ദേഹം മാറ്റൂല. പെൺമക്കളെയും പഠിപ്പിച്ചു. നല്ല വൃത്തിയായി അവർ ഓതാൻ തുടങ്ങി. അങ്ങനെ ഓതിയാ പിന്നെ എന്തുണ്ടാവൂല എന്ന് നബി തങ്ങൾ പറഞ്ഞത്? ദാരിദ്ര്യം ഉണ്ടാവൂല, പട്ടിണി കിടക്കേണ്ടി വരൂല. അങ്ങനെ തന്നെ ഒരാളുടെ മുന്നിൽ പോയി 5 പൈസ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണം വരെയും ഉണ്ടായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. 3 വർഷവും കുറഞ്ഞ കാലഘട്ടവുമാണല്ലോ ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണകാലഘട്ടം. ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടിലുള്ളതാകുന്ന ആളുകളുടെ കണക്കെടുത്തു. പെൺമക്കൾ അധികരിച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ബൈത്തുൽ മാലിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു കിഴി ഒരു ഭൃത്യൻ മുഖേന കൊടുത്തുവിട്ടു. സ്വർണത്തിന്റെ ഒരു കിഴി കൊടുത്തിട. ഫ്രീ ആയിട്ട് വെറുതെ കിട്ടുന്നതാ, പിന്നീട് കൊടുക്കൊന്നും വേണ്ട, കടമൊന്നുമല്ല. ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകിയതാകുന്ന കിഴി അഴിച്ചു നോക്കി. എന്താണ് സംഭവം? നോക്കുമ്പോ നല്ല തിളങ്ങുന്ന സ്വർണത്തിന്റെ കിഴിയാണ്. എണ്ണിയൊന്നും നോക്കുന്നില്ല, വേഗം കിഴി കെട്ടിയിട്ട് ഭൃത്യനെ തിരിച്ചേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ഖലീഫ ബൈത്തുൽ മാലിൽ നീക്കി വെച്ചതാ, പരിപൂർണമായ ഹലാലാണ്.
വേണ്ട, എനിക്ക് വേണ്ട, പറഞ്ഞേക്കണം അവരോട്. അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ വാഖിയ. എന്റെ ഹബീബ് എനിക്ക് സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്റെ പെൺമക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ദാരിദ്ര്യത്തെ അബ്ദുള്ള ഒരിക്കലും ഭയക്കുന്നില്ല. അത് അദ്ദേഹത്തെ അറിയിച്ചേക്കണേ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഈമാനാണ് സഹോദരൻ. കാരണം ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല, അല്ലലും അലട്ടലുമില്ലാതെ മുന്നോട്ട് പോവാണ് നല്ല റാഹത്തായി ജീവിതം. കാരണം സൂറത്തിന്റെ മേൽ ആസ്വദിച്ചു ജീവിതം, അത് മതി. കാരണം എവിടെന്നെങ്കിലും പടച്ചറപ്പ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകും, കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, അത് മതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. ശേഷം 10 വർഷത്തോളം പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മക്കയും മദീനയും അടക്കം കിസ്റയുടെയും കൈസറിന്റെയും കോട്ടകൊത്തകങ്ങളെ കിടുകിടാ വിറപ്പിച്ച സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരത്തിലേന്തിക്കൊണ്ട് നിലകൊണ്ടതാകുന്ന 10 വർഷത്തോളം വളരെ മനോഹരമാകുന്ന സംശുദ്ധമാകുന്ന ഭരണം കാഴ്ചവെച്ച മഹാനുഭാവനായ അമീറുൽ മുഅ്മിനീൻ കടന്നു വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതേപോലെ സ്വർണത്തിന് ഒരു കിഴി കൊടുത്തു വിട്ടു, വാങ്ങിയില്ല. അപ്പോഴും പറഞ്ഞു, എനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സൂറത്തുണ്ട്, സൂറത്തുൽ വാഖിയ. ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ അദ്ദേഹം കൊടുത്തുവിട്ടു. അതും പരിപൂർണമായി സ്നേഹത്തോടു കൂടി നിരസിച്ചു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അദ്ദേഹവും മക്കളും ആരും തന്നെ ബൈത്തുൽ മാൽ സ്വർണത്തിന്റെ കിഴിയാണ്, ഫ്രീ ആയിട്ട് കിട്ടാണ്, തിരിച്ചു കൊടുക്കണ്ട, കടമല്ല, ഒന്നുമില്ല, എന്നാലും വേണ്ട. കാരണം അതിന്റെ ആവശ്യമില്ല. ഇവിടെ കാര്യങ്ങൾ റാഹത്തായി നടന്നു പോകുന്നുണ്ട്. ആലോചിച്ചോ, നമ്മളാണെങ്കിലോ ഓണത്തിന്റെ ബമ്പർ അടിച്ചില്ലല്ലോ എന്ന് കരുതി ഇപ്പോഴും വിഷമിച്ചിരിക്കുക. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അത് കോയമ്പത്തൂരിനടുത്തും കൊണ്ടുപോയി ഉസ്താദെ, വലിയ സങ്കടമായി പോയി ഉസ്താദെ, നമുക്ക് കിട്ടിയില്ല. അതിന്റെ സഹസി പോലും എഴുതി തരുമോ സാധെ, ദ്വാരനേക്കാം, ഓണത്തിന്റെ ബമ്പർ കിട്ടും. അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതായത് എന്തിനാണ് ദ്വാരക്കേണ്ടതെന്ന് പോലും അറിയാൻ പറ്റില്ല, അതാണ് അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആമീൻ പറയും. ഒരു ബക്കറ്റ് ഊര് നടത്താൻ സമയമായിട്ട്, അപ്പൊ എല്ലാരും കറക്റ്റ് ആയിട്ട് ആമീൻ പറയും. കൊണ്ടുവന്നോളി, വേഗം കൊണ്ടു. വേഗം നിർത്താൻ കേട്ടാ. ഇപ്പൊ 1 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ കൂടെ കഴിയുമ്പോൾ സലാത്തിൽ പിരിയും. പെട്ടെന്ന് കഴിഞ്ഞില്ലേ, ഇപ്പൊ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞു. എന്ത് റാഹത്ത്, പെട്ടെന്ന് കഴിഞ്ഞു. എപ്പ കഴിയുമെന്ന് ഓർത്തിരിക്കുന്നവരുണ്ടോ? ഓർത്തോണ്ടി പറഞ്ഞു. മധുരം കൊടുക്കാം, കൊടുത്തോളി. ഇപ്പൊ കൊടുത്തു, ഇപ്പൊ നല്ല സമയം. വേഗം കൊടുത്തോളി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബക്കറ്റും കൊണ്ടുവന്നോളി, വേഗം കൊണ്ടുപോയി. അള്ളാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. 3 ദിവസമായി വളരെ ശ്രേഷ്ഠമായ ഒരു മജ്‌ലിസാണ് നമ്മുടെ ജമാഅത്ത് സംഘടിപ്പിച്ചത്. അള്ളാഹു അതിന്റെ പരിപാലക സമിതി അംഗങ്ങൾക്കും ഇതിന് നേതൃത്വം നൽകിയ നമ്മുടെ സമുന്നതരായ ഉസ്താദുമാർ, ഉമറാക്കൾ, എല്ലാ ദിവസവും കൃത്യമായി വന്നു ചേർന്നിട്ടുള്ള നമ്മുടെ സഹോദര സഹോദരിമാർ, എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട് അല്ലാഹു കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. സുർലരീഹൽ മുസ്തഫ വാസിദ് ഇഖാമതം ബിഹി സുർത ഹമീം സാവിയൻ അൻ قلبك زلزال زال لا إله إلا الله محمد رسول الله رب ربنا ربه لم يعرفا ما لم يروب ربيبه لكن أضل القوم بالآراء راء لا إله إلا الله അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാ.
ഞങ്ങൾ ഈ നൽകുന്ന സദഖ നീ ഖബൂലാക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ നീ സ്വീകരിക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് വലിയ വിജയം നസീബാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട് അസൂയാലുക്കളുടെ അസൂയ തൊട്ട് മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നൽകിയിട്ടുള്ള സർവ്വ നിഅമത്തുകൾ നിലനിർത്തണേ അല്ലാ. അത് വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും ഞങ്ങളുടെ സംസ്ഥാനങ്ങളിലെ വിവിധ ജില്ലകളില് വൈറസ് ബാധകളുണ്ട് റബ്ബേ. പരിപൂർണ സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ പരിപൂർണ സലാമത്ത് നൽകണേ അല്ലാ. അതിശക്തമാകുന്ന മഴ മൂലം പ്രയാസപ്പെടുന്നതാകുന്ന നാടുകളുണ്ട്. പരിപൂർണ സംരക്ഷണം നൽകണേ അല്ലാ. നീ പരിപൂർണ സംരക്ഷണം നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ ഏവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിക്കട്ടെ. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അപ്പൊ ഈമാൻ തെറ്റിപ്പോകാനിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ചിട്ടയായ ജീവിതം അനിവാര്യമാണ്. അനാവശ്യമാകുന്ന തലത്തിലേക്കുള്ള നോട്ടം, അനാവശ്യമാകുന്ന പ്രവർത്തനങ്ങൾ, ചിന്തകൾ ഒക്കെ പരിപൂർണമായി ഒഴിവാക്കണം. നമ്മൾ മോമിനാണ്, ആഖിറമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. മരണത്തെക്കുറിച്ചും അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും നല്ല ബോധം ഉള്ളവരും ഉണ്ടാവേണ്ടവരും നിലനിൽക്കേണ്ടവരുമാണ് നമ്മൾ. അടുത്ത സെക്കൻഡിൽ മരിക്കും, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. കാരണം മറ്റൊരു മതസ്ഥരെ പോലെ അല്ല നമ്മൾ. നമുക്ക് പാരത്രിക ലോകത്താണ് ജീവിതമുള്ളത്. ഇതല്ല ജീവിതം. ദുന്യാവ് നമ്മുടെ ജീവിതം അല്ല, അത് മനസ്സിലാക്കി. ഈ ദുന്യാവ് സാദാസീത ജീവിതം, ഇവിടെ കുറഞ്ഞ കാലഘട്ട ജീവിതം, കുറഞ്ഞ കാലഘട്ടമേ ഉള്ളൂ. അതുകൊണ്ടാണ് ബാങ്ക് വിളിക്കുന്നു, ജനിച്ച കുട്ടിയുടെ കാതിൽ വലത് കാതിൽ ബാങ്ക്, ഇടത് കാതിൽ ഇഖാമത്ത്. ബാങ്ക് ഇഖാമത്തും കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്? എന്ത് വേണം? എന്ത് വേണം? ചോറ് വിതരണം ചെയ്യണം. അതുകൊള്ള അതെവിടെ? അങ്ങനെ ബാങ്ക് ഇഖാമത്തും കഴിഞ്ഞാൽ ചോറ് കൊടുക്കണം. ബാങ്ക് ഇഖാമത്തും കഴിഞ്ഞാല് നിസ്കരിക്കണം. നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണം. ആ നിസ്കാരമാണ് നടക്കുന്നത്, മയ്യത്ത് നിസ്കാരം. കുട്ടി ജനിച്ചാൽ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുത്തു. അതിന്റെ നിസ്കാരം ഇതുവരെ നിർവഹിക്കപ്പെട്ടിട്ടില്ല. നിന്നെ നാളെ കടത്തിയിട്ട് ജീവച്ഛവമാകുമ്പോൾ നിന്നെ കടത്തിയിട്ട് ഇമാമവറുകൾ നിന്റെ മുന്നിൽ വന്നുകൊണ്ട് കൈകെട്ടി നമസ്കരിക്കുന്ന നിസ്കാരമാണ് ആ ബാങ്കിനും ഇഖാമത്തിനും ശേഷമുള്ള നിസ്കാരം. ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു, ബാങ്കിനും ഇഖാമത്തും കഴിഞ്ഞാൽ പിന്നീട് ഉടനെ തക്ബീർ കെട്ടും. പിന്നെ വൈകൂല, വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. ആ കുറഞ്ഞ സമയം മാത്രമാണ് ഈ ദുനിയാവിൽ നീ ജീവിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കണേ, നീ ചിന്തിക്കണേ. ബാങ്കു ഇഖാമത്തും കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞ സമയമേ ഈ ദുനിയാവിലുള്ളൂ. ആ കുറഞ്ഞ കാലഘട്ട ജീവിതമാണ് നീ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പ വേണമെങ്കിലും നിസ്കരിക്കപ്പെടാം. മനസ്സിലായില്ലേ? അത്ര കുറഞ്ഞ ജീവിതമാണ്. കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പൊക്കെ കഴിയും, ഒരു സ്വപ്നം പോലെ പോവാണ് ജീവിതം. ഇപ്പൊ ഈ സദസ്സിൽ തന്നെ 50-60 വയസ്സുള്ളവർ ചിന്തിക്കും, ഞാൻ എന്താണ് ഇപ്പൊ ഈ കാലം അത്രയും ചെയ്തത് എന്ന് ചിന്തിച്ചു നോക്കി. ഒന്നുമില്ല, ഒരെത്തും പിടിയും കിട്ടൂല. നന്മ നോക്കുവാണെങ്കിൽ വളരെ കുറവാണ്. എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. രാവിലെ എഴുന്നേക്കുന്നു, വല്ല് കേൾക്കുന്നു, ഇങ്ങനെ പോകുന്നു, ചിലപ്പോൾ പള്ളിയിൽ കയറി നിസ്കരിക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് എന്തൊക്കെ ചെയ്തു. ജീവിത ചുറ്റുപാടുകൾക്കിടയിൽ ഇങ്ങനെ ഓടി, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, ഭാര്യയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, ഇടയ്ക്ക് കടയിൽ പോയി, ഇടയ്ക്ക് കുഴിമന്തി കഴിക്കാൻ പോയി, ഇടയ്ക്ക് അവിടുന്ന് പിന്നെയും വന്നു, തിരിച്ചു വന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി അവസാനം ആയുസ് തീർന്നു. ഇപ്പൊ മുടിയിഴകൾ നരച്ചു, താടി രോമങ്ങളൊക്കെ നരച്ചു. മരണത്തിലേക്കുള്ള ഒരു വെളിയാളമാണത്. മരണത്തിലേക്കുള്ള ഒരു ദൂതാൻ, അലാമത്താണ് ഈ നര എന്ന് നബി മുഹമ്മദ് മുസ്തഫ മനസ്സിലാക്കി. ഒരടയാളമാണത്. നീ അടുത്ത സെക്കൻഡിൽ മരിക്കാനായി എന്നുള്ളതിലേക്കൊരു സൂചികയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടേ ആവണം ചില ആളുകൾ അത് വേഗം തന്നെ കറുപ്പിക്കാൻ ശ്രമിക്കുന്നത്. പേടിച്ചിട്ടായിരിക്കും. പ്രായമുള്ള ആളുകൾ 70 കഴിഞ്ഞവരൊക്കെ ഇപ്പോഴും 20കാരനായിട്ട് സിനിമാ മേഖലയിൽ വരെ നിലകൊള്ളുന്നത് എന്തുകൊണ്ടാണ്? ഈ ഡൈ ചെയ്തതുകൊണ്ടാണ്. യഥാർത്ഥ രൂപത്തിലാണെങ്കിൽ സിനിമയിലേക്ക് പിന്നെ തിരിച്ചു കയറ്റിട്ട് പോലുമില്ല, ആ വഴി ഇറക്കി വഴി. ഇപ്പോഴും യുവാവായി ചുറുചുറുക്കായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡൈ ചെയ്തിട്ടാണ്.
മുടി ഡൈ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ മാറി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. യഥാർത്ഥത്തിൽ മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ പ്രായമായവനാകരുത് അതറിയിക്കാൻ. യഥാർത്ഥത്തിൽ ഇവന് പ്രായമായി, പക്ഷെ ഇവൻ സ്വയമേ അങ്ങനെ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ശ്രമിക്കാൻ, അതിനാണ് ഈ ഡൈ ചെയ്യുന്നത്. അല്ലാതെ എന്തിനല്ല, എനിക്ക് ആത്മീയമാകുന്ന ഒരു ഉയർച്ച വേണം എന്ന് കരുതിയിട്ടല്ല. എനിക്ക് യുവാവാകേണ്ടത് ദീനിയായ വിഷയത്തിലാണ്. ഞാൻ ചെറുപ്പക്കാരോടൊപ്പം ചേർന്ന് നിൽക്കാൻ റെഡിയാണ്. ഞാൻ 20 റക്അത്ത് തറാവീഹ് നിന്ന് തന്നെ നിസ്കരിക്കും. ഞാൻ പള്ളിയിൽ അവല് വഖത്തിൽ വരും. എനിക്ക് എല്ലാ ജുമുഅത്തുകളും ജമാഅത്തുകൾക്കും കൃത്യമായി പങ്കെടുക്കണമെന്നുള്ള ചിന്ത ഈ വാപ്പയ്ക്ക് ഇല്ലാതായി പോയി. അയാൾ യുവാവാകുന്നത് ശരീരഭാഷയുടെ വിഷയത്തിലാണ്, ആത്മീയമാകുന്ന ഭാഷയുടെ വിഷയത്തിലല്ല. ശരീരത്തെ എങ്ങനെയെങ്കിലും അങ്ങനെ ആക്കിയെടുക്കാൻ എത്ര ആളുകളുണ്ട് അങ്ങനെ. ആദ്യമായി നര കാണുന്നത് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിൽ ഒന്ന് നരച്ചതായി സാറാ ബീബി റളിയല്ലാഹു അൻഹ കാണുകയാണ്. ഭാര്യ ചോദിച്ചു, ഇതെന്താ ഇവിടെ? പെണ്ണുങ്ങളാണല്ലോ ഇതൊക്കെ കണ്ടുപിടിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഉസ്താദേ എന്റെ താടി രോമങ്ങൾ നരച്ചത് പറയണമല്ലോ. െങ്കിലേ അത് പറയുള്ളൂ. അടുത്ത് നിന്നെങ്കിലേ അത് പറയുള്ളൂ. അടുത്ത് നിന്നാലല്ലേ കാണുള്ളൂ. ദൂരെ നിന്ന് അങ്ങനെ കാണും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഭാര്യയായിട്ട് നല്ല ബന്ധമാണ്. അതുകൊണ്ട് താടി രോമത്തിൽ ഒന്ന് നരച്ചപ്പോ തന്നെ ഭാര്യ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞത്, ഇതെന്ത് പറ്റി മഹാദ, ഇതെന്താ നരച്ചിരിക്കുന്നുണ്ട്. ഉടനെ ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, യാ അല്ലാഹ് മഹാദാ, അല്ലാഹുവേ പടച്ച റബ്ബേ, എന്റെ ഈ താടി രോമങ്ങളിൽ ഒന്ന് നരച്ചിരിക്കുന്നു അല്ലാ. എന്താണ് പടച്ച റബ്ബേ ഇത്, ഒന്ന് പറഞ്ഞു തരുമോ അല്ലാ? വെളുത്ത രോമം കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ചോദിച്ചു. അല്ലാഹുടനെ പറയുകയാണ്, ഹാദി വഖാർ യാ ഇബ്രാഹിം, ഇബ്രാഹിമേ ഇബ്രാഹിമേ, ഇത് വഖാറാണ്, ഗാംഭീര്യമാണ്, ഗാംഭീര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ടതാകുന്ന തിരുവനന്തപുരം ജില്ലയിലെ അവനാഞ്ചേരിയിലുള്ള മുസ്ലിം സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉപ്പമാരെ. താടിരോമങ്ങളിലും തലയിലെ രോമകൂപങ്ങളും നരബാധിക്കുന്നത് ഗാംഭീര്യത്തിന്റെ അടയാളമാണ് എന്ന് അല്ലാഹ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം രണ്ട് കൈകളും ആകാശത്തിന്റെ അധിപനായ പടച്ച റബ്ബിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ സിദ്നി വഖാറ, അല്ലാഹുമ്മ സിദ്നി വഖാറാ. ഇന്നത്തെ നവതലമുറ വെറുക്കുന്നതായ നര ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ചോദിച്ചു വാങ്ങുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഗാംഭീര്യത്തെ കുറിക്കുന്നതായ നര എനിക്ക് നീ നൽകണേ അല്ലാ. എന്റെ താടിരോമങ്ങളിൽ ഒന്നാണ് നീ നരപ്പിച്ചത്, അത് ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ് എങ്കിൽ അല്ലാഹുമ്മ സിദ്നി വഖാറാ, എനിക്ക് ഗാംഭീര്യത്തെ നീ അധികരിപ്പിക്കണേ അല്ലാ. ദുആ ചെയ്ത് തീരേണ്ടതാകുന്ന താമസം സെക്കൻഡുകൾക്കുള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ താടിരോമങ്ങളും തലയിലെ രോമകൂപങ്ങളും പരിപൂർണമായി നരപ്പിച്ച് കളഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പഠിച്ചു വെക്കണേ നവതലമുറ, ആധുനിക തലമുറ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് പിന്തുടരാൻ അല്ലാഹു പറയുമ്പോ ഇന്നൊരു താടിരോമത്തിൽ ഒരു ചെറിയ വെള്ളപ്പുള്ളി കാണുമ്പോ അത് കറപ്പിക്കാൻ വേണ്ടി ഓടുന്നതാകുന്ന മുസ്ലിമേ, അത് ഈമാനുള്ള വ്യക്തികൾക്ക് ചേർന്നതല്ല, അത് യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് ചേർന്നതല്ല. നീ നന്നാവാനുള്ള അടയാളമായി, മരണത്തിലേക്കുള്ള ദൂതായി, മരണത്തിലേക്കുള്ള വിളിയാളമായി പടച്ച റബ്ബ് നിന്റെ ശരീരത്തിൽ നൽകിയത് അത് കറപ്പിച്ച് മാറ്റി മാറ്റി എവിടേക്കാണ് പൊന്നുപോലെ പൊന്നുപോലെ നീ ഓടുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ മരണത്തിന്റെ വിളിയാളം നിന്റെ വീടുകളിലേക്ക് കടന്നു വരുമെന്നുള്ള ചിന്ത എന്തേ മറന്നുപോയത്? പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത്, ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ
മൗത്ത് മുശയ്യദാ. അതിശക്തമായ ഇരുമ്പടിക്കുള്ളിൽ അധിവസിച്ചാലും നിന്റെ മരണം കൃത്യമായി യഥാസമയത്ത് തന്നെ പിടിക്കുമേ. ഒരു സെക്കൻഡ് പോലും അല്ലാഹു പിന്തിക്കുകയില്ല. ഒരു സെക്കൻഡ് പോലും അല്ലാഹു നിന്റെ അവധി വിട്ട് മുന്തിക്കുകയുമില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സാ ഇദാ ജാഅ അജലുഹാ. മനുഷ്യ മാനവ, ഈ ഭൂമുഖത്തേക്ക് നീ ജനിച്ചു വീണ് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് ഉദരത്തിലേക്ക് 4 മാസം തന്നെ പ്രായമാകുമ്പോൾ തന്നെ ഉമ്മയുടെ ഉദരത്തിൽ വസിക്കുന്ന സമയത്ത് തന്നെ നിന്റെ ശരീരത്തിലേക്ക് റൂഹിലേക്ക് റൂഹൂതപ്പെട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാര്യങ്ങൾ രേഖപ്പെടുത്താൻ പറയുകയാണ്. അതിലൊന്ന് നിന്റെ മരണമാണ്. ഏത് സമയത്താണ്, ഏത് സെക്കൻഡിലാണ്, എവിടെ വെച്ചാണ്, ഏത് രീതിയിലാണ് നിന്റെ ആത്മാവിനെ പിടിക്കുന്നത് എന്ന് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നീ കിടക്കുന്ന വേളയിൽ 4 മാസം പ്രായമെത്തുന്ന സമയത്ത് ആ സമയത്ത് തന്നെ നിന്റെ ശരീരത്തിലേക്ക് റൂഹൂതപ്പെടുമ്പോ അന്ന് തന്നെ തീരുമാനിക്കും എത്രാമത്തെ വയസ്സിലാണ് നീ മരണപ്പെടേണ്ടത്. 63-ലാണോ, 42-ലാണോ, 53-ലാണോ, 20-ലാണോ, 10-ലാണോ, 2 വയസ്സുള്ളപ്പോഴാണോ, വെള്ളത്തിൽ മുങ്ങി ചത്തുപോയാണോ, അതല്ല ഏതെങ്കിലും വാഹനാപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയാണോ, എവിടെ വെച്ചാണ് മരിക്കുന്നത്, ആരുടെ മടിത്തട്ടിൽ തലവെച്ചാണ് മരിക്കുന്നത്, ഏത് മെഡിക്കൽ കോളേജിലാണ്, ഏത് ഹോസ്പിറ്റലിലാണ്, ഏത് വീടിന്റെ വരാന്തയിൽ വെച്ചാണ് കള്ളു കുടിച്ചിട്ട് ഏത് റോഡിന്റെ അരികിൽ കടന്നുകൊണ്ടാണ് നീ രക്തം ചോർദിച്ച് നീ മരണപ്പെടുന്നത് എന്ന് അല്ലാഹു നേരത്തെ തന്നെ അവധി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടാണ് ഈ ലോകത്തേക്ക് നിന്നെ പടച്ചുവിടുന്നത്. ഇത് അറിയാതെ ഈ ഭൗതിക ലോകത്തെ ആഡംബര ആസ്വാദനങ്ങൾ മുഴുകി കല്ലുകുടിച്ച് വ്യഭിചരിച്ച് സിനിമ കണ്ട് സീരിയൽ ദർശിച്ച് മോശപ്പെട്ട ഫിലിമുകൾ കണ്ട് മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണങ്ങൾ പറഞ്ഞ് അവരെ കുറിച്ച് ദൂഷണത്തിൽ ഏർപ്പെട്ട് മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതും കൊണ്ടുപോയിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ അറിയണേ, പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. നീ ഒരു ചെറിയ നര കാണുമ്പോ കറുപ്പിച്ചിട്ട് എവിടേക്കാണ് ഒളിച്ചോടുന്നത്? മരണത്തിൽ നിന്നാണോ? ഇല്ല ഇല്ല. ഏത് ശക്തമാകുന്ന ഇരുമ്പടിക്കുള്ളിൽ അധിവസിച്ചാലും അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കരാള ഹസ്തം നിന്നെ വന്നുകൊണ്ട് പിടിമുറുക്കുമേ, പിടിമുറുക്കുമേ. കാരണം നിന്റെ അവധി നേരത്തെ കുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ലാ യസ്തഖിറൂന സഅത ലാ യസ്തഖിറൂന സഅത വലാ യസ്തഖ്ദിമൂൻ. ഒരു സെക്കൻഡ് പോലും മുന്തിക്കുകയില്ല. ഏത് സമയത്താണ് പിടിക്കാൻ പറഞ്ഞത്, ഏത് സെക്കൻഡിലാണോ ആത്മാവിന് വേർപെടുത്താൻ പറഞ്ഞത്, ആ സമയത്ത് തന്നെ കൊണ്ടുപോകുക തന്നെ ചെയ്യുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തിനാണ് നീ നര കാണുമ്പോ വെപ്രാളപ്പെടുന്നത്? പ്രായമുള്ള ആളുകളോട് ചോദിക്കാൻ, മൈലാഞ്ചിയുടെ ഉസ്താദ്, മൈലാഞ്ചിയുടെ അത് വിഷയമല്ല, കറുപ്പിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഡൈ ചെയ്യുക, കറുപ്പിക്കുക, അത് പാടില്ല, നിഷിദ്ധമാണ്. നമ്മൾ ഇന്ന് പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പാടും, നമുക്ക് ചെയ്യാൻ പറ്റും. കള്ളു കുടിക്കരുത്, നല്ല സാധനം അടിക്കുള്ളൂ. ആരുടെ മുന്നിൽ വന്നാൽ പോലും മണം ഉണ്ടാവരുത്. അങ്ങനെ തൈറ്റ് അടിച്ചിട്ടാണ് കിണുങ്ങി നിൽക്കരുത്. കണ്ണ് ചുവന്നിരിക്കും ഉസ്താദെ കള്ളു കുടിച്ചാൽ. ഒക്കെ പണ്ട്. ഇപ്പൊ കണ്ണില് ചുവക്കാതിരിക്കാനുള്ള മരുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ ഉസ്താദ് പോലും മുസാഫത്ത് അറിയത്തില്ല. കണ്ണ് ചുവന്നുമില്ല, ഒന്നുമില്ല, അല്ല വെളുത്ത് തുടുത്തിരിക്കും. അരിയാരെ എന്ന് വിളിക്കും. അരിയാര് സാധനം അടിച്ചിട്ടുണ്ടാവും, പുറത്തറിയുന്നില്ല. മണമില്ലാത്ത ഐറ്റം ഉണ്ട്. കള്ളങ്ങനെയാണ്, വ്യത്യസ്തമല്ല. പണ്ടത്തെ സാധനമല്ല അടിക്കുന്നത്, പാറ്റാരയൊക്കെ അടിക്കുന്ന കാലം കഴിഞ്ഞ്. അപ്പൊ സാധനം വേറെ വെറൈറ്റി സാധനങ്ങൾ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ പേരിലാണ്. തങ്ങൾ പറഞ്ഞില്ലയോ, ഒരു കാലഘട്ടം കടന്നു വരും, അന്ന് കള്ളിന്റെ പേര് കള്ളാന്നായിരിക്കില്ല, വ്യത്യസ്ത പേരുകൾ അവരതിനെ വിളിക്കുമേ. അതിന്റെ യഥാർത്ഥ പേര് മായിച്ചു കളഞ്ഞിട്ട് പല പേരുകളിൽ, പല ബ്രാൻഡുകളിൽ സാധനം ഇറങ്ങുമേ എന്നും ഹബീബുനാ റസൂലുള്ളാഹി. മുമ്പ് ഒരു ബ്രാൻഡേ ഉള്ളൂ, ഇഷ്ടം പോലെയാണ് വെറൈറ്റി സാധനങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഒരു മണം ഉണ്ടാവൂല. അടിച്ചിട്ട് വന്ന് ഇങ്ങനെ വാർന്നു വെക്കാനിരുന്നാൽ ഒരു കുഴപ്പമില്ല. ആജിയാരെ കാണാൻ നല്ല രസം. അതാണ് ഇന്നത്തെ കാലം. സാധനം ഇങ്ങനെ ഒരു ചുണ്ടിനടി വെച്ചിട്ട് വന്നിരിക്കുകയാണ്. കുത്തുമ്പോ പോകുന്നതിനിടയിൽ അതൊക്കെ എടുത്ത് പോകട്ടെ. നിസ്കാരം കഴിയുമ്പോൾ വീണ്ടും എടുത്തിട്ട്
ഇതാണ് തലമുറ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത്? ലഹരി ഉപയോഗിക്കുന്ന വിഷയത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളം മുൻപന്തിയിലല്ലേ? ഈ കഴിഞ്ഞ ഓണത്തിന് തന്നെ കുടിച്ചു തീർത്തതാകുന്ന എത്രയോ മദ്യത്തിന്റെ ചഷകങ്ങൾ എത്രയോ ആളുകളാണ് കുടിച്ചു തീർത്തത്. കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് അക്കൗണ്ടിലേക്ക് സർക്കാരിന് വകവെച്ചത്.